എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. DME എക്സാം ഡേറ്റ് വന്നു, ഹോൾ ടിക്കറ്റ് വന്നു. ഇനി ഒരാഴ്ച കൂടിയാണ് എക്സാമിനുള്ളത്. എല്ലാവരും ഏകദേശം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും. എക്സാം എഴുതുന്നതിൽ കൂടുതൽ കുട്ടികളും ഒന്നും പഠിക്കാതെ ഒന്ന് ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് വരുന്നവരാണ്. എന്നാൽ കുറച്ച് കുട്ടികൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്നവരുണ്ട്. എന്തായാലും മാക്സിമം ഇനിയുള്ള സമയം നിങ്ങളാൽ കഴിയുന്ന അത്രയും നന്നായിട്ട് വായിക്കുക, കിട്ടുന്ന അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുക. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ പോയിന്റ്സുകൾ ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ ആയിട്ടുള്ള ഒരു നഴ്സിംഗ് ഓഫീസർ ആകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് നഴ്സിംഗ് ഓഫീസർ എക്സാമിന് വേണ്ടി യൂസ്ഫുൾ ആകുന്നത്. അപ്പോൾ ആ ക്ലാസ്സുകൾ ഏതെങ്കിലുമൊക്കെ കാണാതെ ഉണ്ടെങ്കിൽ അതൊക്കെ കാണുക. കാണുന്നതിനൊപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സ് അല്ലെങ്കിൽ സജഷൻസ് ഒക്കെ ഒന്ന് എഴുതുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 61, 61ാമത്തെ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? കൺജനിറ്റൽ മാൽഫോർമേഷൻ ഇൻ വിച്ച് യൂറത്രൽ ഓപ്പണിംഗ് ഈസ് ഓൺ ദ ഡോർസം ഓഫ് ദ പീനിസ്. ഓക്കെ, റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള, കേരള PSCയിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടോപ്പിക്. അതായത് ഇത് എന്താ ഉദ്ദേശിക്കുന്നത്? മെയിൽ പീനിസില് യൂറത്രൽ ഓപ്പണിംഗ് നോർമലി പീനിസിന്റെ സെൻട്രൽ ഭാഗത്തായിട്ട്, ടിപ്പില് സെൻട്രൽ ഭാഗത്താണ് അതിന്റെ യൂറത്രൽ ഓപ്പണിംഗ് വരേണ്ടത്. എന്നാൽ കൺജനിറ്റൽ മാൽഫോർമേഷൻ, എന്താണ് കൺജനിറ്റൽ മാൽഫോർമേഷൻ? ദർ ഇസ് എ മാൽഫോർമേഷൻ ഓർ ഡിസ്ഫങ്ഷൻ ബൈ ബർത്ത്. ജന്മനാൽ ഒരു സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി ഉണ്ടാകുന്നു, അതിനെയാണ് കൺജനിറ്റൽ മാൽഫോർമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു പേഷ്യന്റിന് എങ്ങനെയാണ്? പീനിസിന്റെ ഡോർസം സർഫസിലാണ് യൂറത്രൽ ഓപ്പണിംഗ്. എന്നാൽ ആ കണ്ടീഷനെ എന്തു പറയുന്നു? ഹൈപ്പോസ്പാഡിയസിസ് ആണോ, എപ്പിസ്പാഡിയസിസ് ആണോ, ഫിമോസിസ് ആണോ, എക്ടോപ്പിയ വെസിക്ക ആണോ? കറക്റ്റ് ഓപ്ഷൻ എന്താണ്? എപ്പിസ്പാഡിയാസിസ്. അതായത് ഓപ്ഷൻ ബി എപ്പിസ്പാഡിയാസിസ് ആണ് യൂറത്രൽ ഓപ്പണിംഗ് പീനിസിന്റെ ഡോർസം സർഫസിൽ വന്നു കഴിഞ്ഞാൽ പറയുന്നത്. അപ്പൊ ഇവിടെ ഒന്ന് നോക്കുക, ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട്, എപ്പോഴും പിക്ചറുകൾ വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം, ഈസി ആയിട്ട് മറന്നു പോകാതിരിക്കും അല്ലെ. അതായത് ഹൈപ്പോസ്പാഡിയാസിസും എപ്പിസ്പാഡിയാസിസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യൂറത്രൽ ഓപ്പണിംഗ് വെൻട്രൽ സർഫസിലാണെങ്കിൽ, അതായത് ഈ ഒരു ഡൗൺ പോർഷനിലാണ് യൂറത്ര ഇങ്ങനെ നോർമലി ഇത് ഓപ്പൺ ചെയ്യേണ്ടത് പീനിസിന്റെ ടിപ്പിലാണ്. ഇത് വെൻട്രൽ സർഫസിൽ ഈ ഒരു കീഴ്ഭാഗത്തായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇതിനെയാണ് ഹൈപ്പോസ്പാഡിയാസിസ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡോർസൽ സർഫസ്, അതായത് ഇതിന്റെ മുകൾ ഭാഗത്ത് പീനിസിന്റെ അപ്പർ സർഫസിലാണ് ഇത് ഓപ്പൺ ആകുന്നതെങ്കിൽ ഇതിനെ എന്ത് പറയുന്നു? എപ്പിസ്പാഡിയാസിസ് എന്ന് പറയുന്നു. ഈ ഒരു ടെർമിനോളജി അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്താണ് ഹൈപ്പോസ്പാഡിയാസിസ്, എന്താണ് എപ്പിസ്പാഡിയാസിസ്? വെൻട്രൽ സർഫസിലാണ് യൂറത്രൽ ഓപ്പണിംഗ് എങ്കിൽ ഹൈപ്പോസ്പാഡിയാസിസ് എന്നും, ഡോർസൽ സർഫസിലാണ് യൂറത്രൽ ഓപ്പണിംഗ് എങ്കിൽ അതിന് എപ്പിസ്പാഡിയാസിസ് എന്നുമാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അബ്ഗാർ സ്കോർ കൺസിസ്റ്റ് ഓഫ് ദ ഫോളോവിങ് കമ്പോണൻസ് എക്സെപ്റ്റ്. എന്താണ് അബ്ഗാർ എന്ന് പറയുന്നത്? എപ്പോഴാണ് നമ്മൾ ഈ അബ്ഗാർ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ, ബർത്ത് ആയി കഴിയുമ്പോൾ, ബോൺ ചെയ്ത് കഴിയുമ്പോൾ ആ കുഞ്ഞിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത് അബ്ഗാർ സ്കോർ ഉപയോഗിച്ചിട്ടാണ്. അത് കുഞ്ഞ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ, ഹാർട്ട് റേറ്റ് എങ്ങനെയാണ്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അബ്ഗാർ കണക്കാക്കുന്നത് അല്ലെ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അബ്ഗാറിൽ സ്പെസിഫൈഡ് ആയിട്ട് എല്ലാം കൂടെ നോക്കുകയല്ല, സ്പെസിഫൈഡ് ആയിട്ട് ചില കമ്പോണൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ താഴെ പറയുന്നതിൽ ഏതാണ് അതിൽ വരാത്തത്? ഓപ്ഷൻ എ ഹാർട്ട് റേറ്റ് ആണോ, ഓപ്ഷൻ ബി റെസ്പിറേഷൻ ആണോ, ഓപ്ഷൻ സി ടെമ്പറേച്ചർ ആണോ, ഓപ്ഷൻ ഡി മസിൽ ടോൺ ആണോ? ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ നമ്മൾ അബ്ഗാർ സ്കോറിൽ നോക്കുന്നില്ല. എന്നാൽ നമുക്ക് അന്ന് അബ്ഗാർ സ്കോർ എന്താണെന്ന് നോക്കിയാലോ. ഇത്രയും ആസ്പെക്റ്റുകൾ, ഇത്രയും കമ്പോണൻസ് ആണ് അതിനകത്ത് വരുന്നത്. അതായത് ഇവിടെ എ എന്ന് പറഞ്ഞാൽ അപ്പിയറൻസ്, പി എന്ന് പറഞ്ഞാൽ പൾസ് റേറ്റ്, ജി എന്ന് പറഞ്ഞാൽ ഗ്രിമേസ്, എ മീൻസ് ആക്ടിവിറ്റി, ആർ മീൻസ് റെസ്പിറേഷൻ. ഇവയിൽ ഓരോന്നിനും അപ്പിയറൻസ് എങ്ങനെയാണോ, അല്ലെങ്കിൽ പൾസ് എങ്ങനെയാണോ, ഗ്രിമേസ് എങ്ങനെയാണോ, ആക്ടിവിറ്റി എങ്ങനെയാണോ, റെസ്പിറേഷൻ എങ്ങനെയാണോ എന്ന് നോക്കി അതിന് സ്കോർ നൽകുന്നു. സെയിം ലൈക്ക് GCS, നമ്മുടെ ഗ്ലാസ്കോ കോമ സ്കെയിൽ നോക്കുന്നത് പോലെ ഇവിടെ കുഞ്ഞ് ജനിക്കുമ്പോൾ, കുഞ്ഞ് ജനിച്ച ഉടനെ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ എന്ത് ചെയ്യുന്നു? അബ്ഗാർ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ സ്കിൻ കളർ ബ്ലൂവോ പെയിൽ കളറോ ആണെങ്കിൽ നമ്മളിവിടെ 0 പോയിന്റ്സ് ആണ് കൊടുക്കുക.
അവിടെ ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കണ്ടീഷനാണ് അവിടെ 0 കൊടുക്കുന്നത്. വളരെ നല്ല കണ്ടീഷൻ, ഹെൽത്തി ആയിട്ടാണെങ്കിൽ പിങ്ക് ആയിരിക്കും, അവിടെ 2 പോയിന്റ് കൊടുക്കും. അതല്ല പിങ്കി ബോഡി ബ്ലൂ എക്സ്ട്രിമിറ്റീസും ആണെങ്കിൽ അവിടെ 1 പോയിന്റ് കൊടുക്കും. കംപ്ലീറ്റ്ലി ബ്ലൂ അല്ല പെയിൽ ആണെങ്കിൽ അതിന് 0 പോയിന്റ് ആയിരിക്കും അവിടെ കൊടുക്കുന്നത്. ഇനി കുഞ്ഞിന്റെ പൾസ് ചെക്ക് ചെയ്യുമ്പോൾ പൾസ് ഇല്ല എങ്കിൽ 0, 100 ബിലോ ആണെങ്കിൽ 1 പോയിന്റ്, 100-നേക്കാൾ കൂടുതലാണെങ്കിൽ 2 പോയിന്റ് കൊടുക്കും. നോർമലി കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവിടെ എന്താണ് 100-ൽ കൂടുതൽ ബീറ്റ്സ് പെർ മിനിറ്റ് എന്തുണ്ടാകണം, പൾസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഗ്രിമേസ് എങ്ങനെയായിരിക്കും, അതായത് റിഫ്ലക്സ് ഇറിറ്റബിലിറ്റി, റിഫ്ലക്സ് റെസ്പോൺസ് എങ്ങനെയാണ്, ഫ്ലോപ്പി ആണെങ്കിൽ 0 പോയിന്റ്സ്, മിനിമൽ റെസ്പോൺസ് മാത്രമേ സ്റ്റിമുലേഷൻ ഉള്ളൂ എങ്കിൽ 1 പോയിന്റ്, എന്നാൽ റെസ്പോണ്ട് ചെയ്യുന്നത് വളരെ മിനിമൽ മാത്രം. ആവശ്യത്തിനുള്ള പ്രോംപ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടെങ്കിൽ 2 പോയിന്റ്സും അവിടെ കൊടുക്കുന്നു. നെക്സ്റ്റ് മസിൽ ടോൺ അല്ലെങ്കിൽ ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ അവിടെ മസിൽ ടോൺ ഇല്ല അല്ലെങ്കിൽ ആക്ടിവിറ്റി ഇല്ല എങ്കിൽ ആബ്സെന്റ് എന്നും, ഫ്ലെക്സ്ഡ് ആംസ് ആൻഡ് ലെഗ്സ് ആണെങ്കിൽ 1 പോയിന്റ് എന്നും, ആക്റ്റീവ് ആണെങ്കിൽ കുഞ്ഞ് ആക്റ്റീവ് ആണെങ്കിൽ 2 പോയിന്റുമാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് റെസ്പിറേഷൻ ആണെങ്കിലോ, റെസ്പിറേഷൻ ഇല്ല എങ്കിൽ 0 പോയിന്റും, സ്ലോ ആയിട്ടുണ്ട് പക്ഷെ ഇറഗുലർ ആണെങ്കിൽ 1 പോയിന്റ് എന്നും, നന്നായിട്ട് കുഞ്ഞ് കരയുന്നു എങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും, നന്നായി കുഞ്ഞ് ബ്രീത്ത് എടുക്കുന്നു എന്നർത്ഥം, അവിടെ 2 പോയിന്റും കിട്ടുന്നു. അപ്പൊ ഇതാണ് അബ്ഗാർ സ്കോർ. എ അപ്പിയറൻസ്, പി പൾസ്, ജി ഗ്രിമേസ്, എ ആക്ടിവിറ്റി, ആർ റെസ്പിറേഷൻ. അവയിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഗ്രിമേസ് മിനിമൽ റെസ്പോണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ ഏത് പോയിന്റ് ആയിരിക്കും, എത്ര പോയിന്റ് ആയിരിക്കും കൊടുക്കുന്നത്. ആക്ടിവിറ്റി ഫ്ലെക്സ്ഡ് ആംസ് ആൻഡ് ലെഗ്സ് ആയിരുന്നു, എത്ര പോയിന്റ് കൊടുക്കും. കുഞ്ഞ് ജനിച്ചപ്പോൾ കംപ്ലീറ്റ് ബോഡി ബ്ലൂ കളർ അല്ലെങ്കിൽ പെയിൽ ആയിരുന്നു എങ്കിൽ നിങ്ങൾ എത്ര പോയിന്റ്സ് കൊടുക്കും. പിങ്ക് കളർ ആയിരുന്നു എങ്കിൽ നിങ്ങൾ എത്ര പോയിന്റ്സ് കൊടുക്കും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ട് അപ്പിയറൻസ് ഇങ്ങനെയായിരുന്നു, പൾസ് ഇത്രയുണ്ടായിരുന്നു, ഗ്രിമേസ് ഇത്രയുണ്ടായിരുന്നു, ആക്ടിവിറ്റി ഇത്രയുണ്ടായിരുന്നു, ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളോട് സ്കോർ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാനും ചിലപ്പോൾ പറയാം. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ എയുടെ ഫുൾ ഫോം എന്താണ്, പി എന്താണ്, ജി എന്താണ്, എ എന്താണ്, ആർ എന്താണ്, അതും റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അബ്ഗാർ സ്കോറിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേറ്റ് ഓഫ് ചെസ്റ്റ് കംപ്രഷൻ ടു വെന്റിലേഷൻ റേഷ്യോ. അതായത് ചെസ്റ്റ് കംപ്രഷൻ വെന്റിലേഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് വരുന്നത്, CPR-ലാണ് വരുന്നത്. അതായത് ഇവിടെ ചോദിക്കുന്നത് അഡൾട്ട് CPR അല്ല, ന്യൂ ബോൺ റെസിസ്റ്റേഷൻ ആണ്. കുഞ്ഞ് ബ്രീത്ത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല, അവിടെ നമ്മൾ ന്യൂ ബോൺ റെസിസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, ചെസ്റ്റ് കംപ്രഷനും വെന്റിലേഷനും കൊടുക്കുന്നു. അവിടെ റേറ്റ് എങ്ങനെയാണ്, എത്ര ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുമ്പോൾ എത്ര വെന്റിലേഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 3:1 ആണോ, ഓപ്ഷൻ ബി 1:3 ആണോ, ഓപ്ഷൻ സി 3:2 ആണോ, ഓപ്ഷൻ ഡി 2:1 ആണോ. ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ 3:1. 3 കംപ്രഷന് 1 വെന്റിലേഷൻ എന്നുള്ള രീതിയിലാണ് ന്യൂ ബോൺ റെസിസ്റ്റേഷൻ ചെയ്യുന്നത്. അപ്പം ന്യൂ ബോൺ റെസിസ്റ്റേഷൻ ചെയ്യുന്ന അതിൻ്റെ അൽഗോരിതമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം ആൻറ്റിനേറ്റൽ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നു, ടീം ബ്രീഫിംഗ്, ബർത്ത്, കുഞ്ഞ് ജനിക്കുന്നു, അവിടെ ടേം ജസ്റ്റേഷൻ ആണോ, ഗുഡ് ടോൺ ആണോ, ബ്രീത്തിങ് ഉണ്ടോ, ക്രൈയിങ് ഉണ്ടോ എന്ന് നോക്കുന്നു. യെസ് ആണെങ്കിൽ അടുത്ത റുട്ടീൻ പ്രൊസീജിയറിലോട്ട് പോകുന്നു. കുഞ്ഞ് ബ്രീത്ത് ചെയ്യുന്നില്ല, ടേം അല്ല അല്ലെങ്കിൽ ക്രൈ ചെയ്യുന്നില്ല ആണെങ്കിൽ അവിടെ അടുത്ത് വാംത് ആക്കാനും നോർമൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും എയർവേ പൊസിഷൻ ചെയ്യാനും സെക്രീഷൻസ് റിമൂവ് ചെയ്യാനും കുഞ്ഞിനെ ഡ്രൈ ആക്കാനും സ്റ്റിമുലേറ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങും. വീണ്ടും അവിടെ ഏപ്നിയ അല്ലെങ്കിൽ ഗ്യാസ്പിംഗ് ഉണ്ട്, ഹാർട്ട് റേറ്റ് ബിലോ 100 ആണെങ്കിൽ അവിടെ വീണ്ടും അവിടെ SpO2 മോണിറ്ററിങ്ങും PPVയും അതുപോലെ ECG മോണിറ്ററിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. അതല്ല ലേബേർഡ് ബ്രീത്തിങ് ആണ്, പെർസിസ്റ്റൻറ്റ് സൈനോസിസ് ഉണ്ടെങ്കിൽ അവിടെ വീണ്ടും അടുത്ത സെക്ഷനിലോട്ട് പോകും. ഇനി വീണ്ടും ഹാർട്ട് റേറ്റ് ബിലോ 100 ആണെങ്കിൽ നമ്മളവിടെ ചെസ്റ്റ് കംപ്രഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ചെസ്റ്റ് കംപ്രഷൻ അല്ലെങ്കിൽ ഒപ്പം വെന്റിലേഷൻ CPR സ്റ്റാർട്ട് ചെയ്യും. ഹാർട്ട് റേറ്റ് വീണ്ടും ബിലോ 60 ആണെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, പേഷ്യൻറ്റിനെ ആ കുഞ്ഞിനെ അവിടെ ഇൻറ്റുബേറ്റ് ചെയ്ത് അവിടെ ചെസ്റ്റ് കംപ്രഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. 100% ഓക്സിജൻ കൊടുക്കും, എമർജൻസി കെയർ കൊടുക്കും. സോ അവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് 3 ചെസ്റ്റ് കംപ്രഷൻ /1 വെന്റിലേഷൻ എന്നുള്ളത് ആണ്. നെക്സ്റ്റ് 64th ക്വസ്റ്റ്യൻ, വിച്ച് among the following factor is closely associated with the retinopathy of prematurity? എന്താണ് റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി? അത് നമുക്ക് അടുത്ത് നോക്കാം. അതിന് മുന്നേ ഇവിടെ പറയുന്നതിൽ ഏത് കാരണമാണ് ഈ ഒരു റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റിക്ക് റിലേറ്റഡ് ആയിട്ടുള്ളത്? ഫസ്റ്റ് വൺ കൺജനിറ്റൽ അനോമലീസ്, ഓപ്ഷൻ ബി സെക്കൻഡ് വൺ ലോ ബർത്ത് വെയ്റ്റ്, ഓപ്ഷൻ സി സെപ്സിസ്,
ഓപ്ഷൻ ഡി ഫോട്ടോതെറാപ്പി. റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി എന്നുള്ള കണ്ടീഷൻ അതുണ്ടാകുന്നത് കൂടുതലും ലോ ബർത്ത് വെയിറ്റ് ബേബീസിലാണ്. അതായത് പ്രീടേം ബേബീസ്, പ്രിമച്യൂർ ബേബീസ്, ലോ ബർത്ത് വെയിറ്റ് ബേബീസിലൊക്കെയാണ്. എന്താണ് ഈ റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് പ്രിമച്യൂരിറ്റി കാരണം, കുഞ്ഞുങ്ങൾ മെച്ചൂർ ആകാത്തത് കാരണം അവിടെ റെറ്റിനയിൽ അബ്നോർമൽ ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് വളരുന്നു. റെറ്റിനയിൽ അബ്നോർമൽ ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് വളരുന്നതിന് കാരണം പ്രിമച്യൂരിറ്റി ആണ്. റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി കോസസ് ബ്ലഡ് വെസൽസ് ടു ഗ്രോ അബ്നോർമലി ഇൻ ദ റെറ്റിന. ഇതാണ് റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4, സ്റ്റേജ് 5 എന്നുണ്ട്. അടുത്ത സ്റ്റേജ് 5 ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ ഇവിടെ റെറ്റിന ഈ ഒരു വാളിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ട് അവിടെ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് വരെ സംഭവിക്കാൻ കാരണമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തൊന്ന് വായിച്ചു നോക്കാം എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് റെറ്റിനോപ്പതിയുടെ. ലോ ബർത്ത് വെയിറ്റ്, ലോ ജസ്റ്റേഷൻ ഏജ്, പ്രൊലോങ്ഡ് ഓക്സിജൻ തെറാപ്പി, ലോ അബ്ഗാർ സ്കോർ, സെപ്സിസ്, അനീമിയ, എൻട്രോകൊളൈറ്റിസ്, ഇൻട്രാവസ്കുലർ ഹെമറേജ്, അങ്ങനെ പല കാരണങ്ങളുണ്ട്. ഇത് കാരണം എന്ത് ചെയ്യുന്നു, ഈ റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി അല്ലെങ്കിൽ റെറ്റിനയിൽ അബ്നോർമൽ ബ്ലഡ് വെസൽസ് ഗ്രോ ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺജനിറ്റൽ അനോമലി characterized by a ganglionic segment of bowel. ബവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈനിൽ ഒരു കൺജനിറ്റൽ അനോമലിയാണ്. അതിൽ എന്താണ് അവിടെ ക്യാരക്ടറൈസ്ഡ് ആയിട്ടുള്ള ഗാംഗ്ലിയോണിക് സെഗ്മെന്റ് ആണ് അവിടെ പ്രശ്നം. എന്താണ് ആ കണ്ടീഷൻ? ഓപ്ഷൻ എ ഇൻഡസ്റ്റൈനൽ അട്രീഷ്യ ആണോ, ഓപ്ഷൻ ബി വൾവുലസ് ആണോ, ഓപ്ഷൻ സി ഹിസ്പ്രങ് ഡിസീസ് ആണോ, ഓപ്ഷൻ ഡി ഇൻഡസെപ്ഷൻ ആണോ? ഈ കണ്ടീഷൻസ് 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം പഠിക്കണം. സോ ഇവിടെ ബവലിൻ്റെ ഗാംഗ്ലിയോണിക് സെഗ്മെന്റ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു ബവലിൻ്റെ ഒരു സെഗ്മെന്റിൽ കൺജനിറ്റൽ അനോമലി അല്ലെങ്കിൽ അവിടെ ഒരു ഗാംഗ്ലിയോണിക് സെഗ്മെന്റ് ഉണ്ടാകുന്നത് ഏത് കണ്ടീഷനാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഹിസ്പ്രങ് ഡിസീസ്. ഹിസ്പ്രങ് ഡിസീസിലാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഹിസ്പ്രങ് ഡിസീസ് അല്ലെങ്കിൽ ഈ ഒരു കൺജനിറ്റൽ മെഗാകോളൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ നോർമലി ഉള്ള ഒരു ലാർജ് ഇൻഡസ്റ്റൈനല്ല, നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗവും നെർവസ് സിസ്റ്റമാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലാർജ് ഇൻഡസ്റ്റൈനും നെർവസ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൽ ഈ ഒരു ലാർജ് ഇൻഡസ്റ്റൈൻ്റെ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നു, അവിടെ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നെർവ് ഇമ്പൾസസ് പ്രോപ്പറായിട്ട് കൺവേ ചെയ്യുന്നില്ല. അങ്ങനെ വന്നാൽ അവിടെ എന്ത് ചെയ്യും, അവിടുത്തെ ബവൽ മൂവ്മെൻറ്റ് അവിടെ ആബ്സെൻ്റ് ആകുന്നു. അവിടെ സ്റ്റൂള് അല്ലെങ്കിൽ കോളോൺ അവിടെ ഇത് ബ്ലോക്ക്ഡായി മാറുന്നു. അതിൻ്റെ അടുത്ത ഭാഗം എന്ത് ചെയ്യും, നാരോഡ് റെക്റ്റമായിട്ടും മാറുന്നു. ബ്ലോക്ക്ഡ് കോളോൺ അവിടെ മെഗാലി അല്ലെങ്കിൽ എൻലാർജ്ഡ് ആയിട്ട് മാറുന്നു. അടുത്ത റെക്റ്റം പാർട്ട് എന്ത് ചെയ്യുന്നു, അവിടെ നാരോഡായിട്ടും മാറുന്നു. ഹിർസ്പ്രങ് ഡിസീസ് ഈസ് എ ബർത്ത് ഡിഫക്റ്റ് വേർ എ ന്യൂ ബോൺസ് ലാർജ് ഇൻഡസ്റ്റൈൻ ലാക്സ് നെർവ് സെൽസ്. ലാർജ് ഇൻഡസ്റ്റൈൻ്റെ ഒരു പാർട്ടിൽ നെർവ് സെൽസ് ഇല്ല. അതിൻ്റെ കാരണം അത് കാരണം എന്ത് ചെയ്യുന്നു, അവിടെ ബ്ലോക്കേജ് ഉണ്ടാവുകയും സ്റ്റൂള് പുറത്തോട്ട് പാസ് ചെയ്യാതെ അവിടെ തടഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. ദിസ് ലീഡ്സ് ടു സിംറ്റംസ് ഓഫ് ലൈക്ക് ഡിലേഡ് ഓർ ആബ്സെന്റ് ഫസ്റ്റ് ബവൽ മൂവ്മെന്റ്, അബ്ഡോമിനൽ സ്വെല്ലിംഗ്, വോമിറ്റിംഗ്, കോൺസ്റ്റിപ്പേഷൻ. If not diagnosed and treated early, it can lead to serious complications like enterocolitis and toxic megacolon. കറക്റ്റ് ടൈമിൽ അത് ഡയഗ്നോസ് ചെയ്തില്ല എങ്കിൽ എൻട്രോകൊളൈറ്റിസും ടോക്സിക് മെഗാകോളനിലും എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഹിർസ്പ്രങ് ഡിസീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ very very important, repeatedly asked question, that is protein energy malnutrition. എല്ലാവരും പഠിച്ചിട്ടുണ്ട്. കോഷിയോർക്കർ എന്താണ്, മരാസ്മസ് എന്താണ്, മരാസ്മസ് കോഷിയോർക്കർ എന്താണ് അല്ലേ, പെലാഗ്ര എന്താണ്, ഇതൊക്കെ നമ്മുടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസോർഡർ വരുന്നതാണ്. റിക്കറ്റ്സ്, സ്കർവി, പെലാഗ്ര, ബെറിബെറി, ഇതെല്ലാം പഠിക്കണം. ഓസ്റ്റിയോമലേഷ്യ ഇതെല്ലാം പഠിക്കണം കേട്ടോ. വിറ്റമിൻ്റെയും മിനറൽസിൻ്റെ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് എല്ലാം തന്നെ നോക്കാം. നെക്സ്റ്റ്, മാർക്ക്ഡ്ലി retarded growth, psychomotor changes and edema are essential features of which disease? ഓപ്ഷൻ എ കോഷിയോർക്കർ ആണോ, ഓപ്ഷൻ ബി മരാസ്മസ് ആണോ, ഓപ്ഷൻ സി ടെറ്റനസ് ആണോ, ഓപ്ഷൻ ഡി പെലാഗ്ര ആണോ? കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? റിട്ടാർഡഡ് ഗ്രോത്ത് ഉണ്ട്, സൈക്കോമോട്ടോർ ചേഞ്ചസ് ഉണ്ട്, പിന്നെ എഡിമ ഉണ്ട്. അപ്പോൾ ഏത് ന്യൂട്രീഷണൽ പ്രോബ്ലമാണ് ഇത് കാണുന്നത്? കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? കോഷിയോർക്കർ. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കോഷിയോർക്കർ എന്താണെന്ന് അറിയാം, അതിൻ്റെ ഫീച്ചേഴ്സ് അറിയാം. മരാസ്മസ് എന്താണെന്നറിയാം, അതിൻ്റെ ഫീച്ചേഴ്സ് അറിയാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കോഷിയോർക്കറും മരാസ്മസും ഉള്ള 2 കുട്ടികളുടെ പിക്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പിക്ചറിൽ നിന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും ഡിഫറൻഷിയേറ്റ് ചെയ്യാനും പറ്റും. കോഷിയോർക്കറുള്ള കുട്ടിക്ക് എന്തുണ്ട്? എഡിമയുണ്ട്. എന്നാൽ മരാസ്മസ് ഉള്ള കുട്ടിയാണെങ്കിൽ എഡിമ അവിടെ
കാണുന്നില്ല. സോ യൂഷ്വലി കോഷിയോർക്കർ മരാസ്മസ് ഏത് കുട്ടികൾക്കാണ് വരുന്നത്? കോഷിയോർക്കർ 1 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും മരാസ്മസ് 1 വയസ്സിനേക്കാൾ ചെറിയ കുട്ടികൾക്ക് ഇൻഫൻസിനുമാണ് വരുന്നത്. കോഷിയോർക്കറിന്റെ കാരണം എന്താണ്? ഡ്യൂ ടു ലോ പ്രോട്ടീൻ, പ്രോട്ടീന്റെ അളവ് കുറയുന്നതാണ് കോഷിയോർക്കറിന്റെ കാരണം. എന്നാൽ മരാസ്മസിന്റെ കാരണം എന്താണ്? ലോ കലോറിക് ഇൻടേക്ക് ആണ് മരാസ്മസിന്റെ കാരണം. ഇവിടെ കോഷിയോർക്കറിലും എന്താണ്? മൈൽഡ് ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ട്, മരാസ്മസിൽ സിവിയർ ഗ്രോത്ത് റിട്ടാർഡേഷൻ കാണുന്നു. അതായത് ചെറുതായിട്ട് ബോഡി വെയിറ്റ് കുറയാൻ രണ്ടിലും സിവിയർ ആയിട്ടും, അതായത് മരാസ്മസിൽ സിവിയർ വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാകും, കോഷിയോർക്കറിൽ എഡിമ ഉള്ളത് കൊണ്ട് മൈൽഡ് ബോഡി വെയിറ്റ് റിഡക്ഷൻ ആണ് ഉണ്ടാകുന്നത്. അതുപോലെ കോഷിയോർക്കറിൽ പ്രൊട്രൂഡിങ് അബ്ഡമൻ, സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് അവിടെ കൂടുതലായിട്ട് കാണുന്നു, അബ്ഡമൻ പ്രൊട്രൂഡ് ആയിട്ട് കാണുന്നു. എന്നാൽ മരാസ്മസിലോ ഷ്രങ്കൺ അബ്ഡമൻ, സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് നോട്ട് പ്രിസർവ്ഡ്. ഇനി കുഞ്ഞുങ്ങൾക്ക് ഇവിടെ കോഷിയോർക്കർ ആണെങ്കിലോ റിബ്സ് അത്ര പ്രോമിനൻ്റ് ആയിരിക്കത്തില്ല, എന്നാൽ മരാസ്മസിൽ പ്രോമിനൻ്റ് റിബ്സ് ആയിരിക്കും. അതുപോലെ കോഷിയോർക്കറിൽ വിശപ്പില്ല, പൂർ അപ്പിറ്റൈറ്റ് ആയിരിക്കും. അതുപോലെ ഇവിടെ ഫാറ്റി ലിവർ, എല്ലാവരും ഫാറ്റി ലിവർ ഉണ്ടാകും, എഡിമ ഉണ്ടാകും, മൂൺ ഫേസ് ഉണ്ടാകും, സ്പേസ് ഹെയർ ഉണ്ടാകും. അതുപോലെ ലതാർജിക് ആയിരിക്കും. അവിടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അഡിക്വേറ്റ് എമൗണ്ട് പ്രോട്ടീൻ കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ മരാസ്മസിൽ എന്താണ്? ഫാറ്റി ലിവർ ഇല്ല, എഡിമ ഇല്ല, കണ്ടു കഴിഞ്ഞാൽ ഒരു വയസ്സായ ആളെപ്പോലെ ഒരു ഓൾഡ് മാൻ ഫേസ് ആയിരിക്കും. അവിടെ ഹെയർ ഒന്നും അധികം നോട്ട് ചെയ്യുന്നില്ല, റിങ്കിൾഡ് സ്കിന്നായിരിക്കും, ഡ്രൈ സ്കിന്നായിരിക്കും. അവിടെ എന്താണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്? അഡിക്വേറ്റ് പ്രോട്ടീനും ഫാറ്റും കാർബോഹൈഡ്രേറ്റ്, കാരണം എനർജിയാണ് അവിടെ മീറ്റ് ചെയ്യേണ്ടത്. സോ പ്രോട്ടീനും ഫാറ്റും കാർബോഹൈഡ്രേറ്റും മൂന്നും നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഇത്രയുമാണ് കോഷിയോർക്കറിൻ്റെ മരാസ്മസിൻ്റെ വളരെ ചെറിയൊരു പോർഷൻ. ഇത്ര മാത്രം പഠിച്ചാൽ പോരാ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു കണ്ടീഷനാണ്. നന്നായിട്ട് പറ്റിയാൽ ഒന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ആർ കമ്പോണൻസ് ഓഫ് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ, ORS. അതായത് ഡീഹൈഡ്രേഷൻ വന്ന് ഒരുപാട് ആൾക്കാർ മരിക്കുന്നുണ്ട്. എക്സ്പെഷ്യലി കുട്ടികൾക്ക് ഡയേറിയ കാരണം ഡീഹൈഡ്രേഷൻ വരെ, എക്സസ് ആയിട്ട് ഫ്ലൂയിഡ് ലോസ് ഉണ്ടാകുമ്പോൾ അവിടെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഡീഹൈഡ്രേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി റീഹൈഡ്രേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന സൊല്യൂഷൻ. അപ്പോൾ അതിന് പല മാർഗ്ഗങ്ങളുണ്ട്. പക്ഷെ കൊമേഴ്ഷ്യലി നമ്മുടെ ഗവൺമെൻറ് തന്നെ എന്ത് തയ്യാറാക്കിയിട്ടുണ്ട്? ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ സാഷറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമ്മൾ 1 ലിറ്റർ ഫ്ലൂയിഡിൽ മിക്സ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അതെന്ത് ചെയ്യും? ഫ്ലൂയിഡ് ലോസും റീപ്ലേസ് ചെയ്യും. അതുപോലെ നമ്മുടെ ഇലക്ട്രോലൈറ്റിൻ്റെ ലോസും അവിടെ, സീറം ഇലക്ട്രോലൈറ്റിൻ്റെ ലോസും അവിടെ റീപ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ അതവിടെ നഷ്ടം നികത്തും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ORSൻ്റെ കോമ്പോസിഷൻ അറിയാമെങ്കിൽ ആൻസർ ചെയ്യാം. ORSനകത്ത് വരാത്ത കോമ്പൗണ്ട് ഏതാണ്? പൊട്ടാസ്യം ക്ലോറൈഡ് ആണോ, KCl ആണോ, സോഡിയം ക്ലോറൈഡ് ആണോ, NaCl ആണോ, പൊട്ടാസ്യം സിട്രേറ്റ് ആണോ, സോഡിയം സിട്രേറ്റ് ആണോ? ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി, പൊട്ടാസ്യം സിട്രേറ്റ്. അങ്ങനെ ഒരു കോമ്പൗണ്ട് നമ്മുടെ ORSനകത്ത് ഇല്ല. ORSനകത്ത് എന്തൊക്കെയാണ് കാണുന്നത്? സോഡിയം ക്ലോറൈഡും പൊട്ടാസ്യം ക്ലോറൈഡും ട്രൈ സോഡിയം സിട്രേറ്റും പിന്നെ ഗ്ലൂക്കോസും വെള്ളവുമാണ്. നമ്മൾ ORS മിക്സ് ചെയ്ത് കഴിയുമ്പോൾ വെള്ളവും കൂടെ അതിൻ്റെ കൂടെ വരുന്നു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ, സോഡിയം ക്ലോറൈഡ് എത്രയാണ് ഒരു സാഷറ്റ് പാക്കറ്റിൽ കാണപ്പെടുന്നത്? 2.6 ഗ്രാം സോഡിയം ക്ലോറൈഡ് ഉപ്പും, പൊട്ടാസ്യം ക്ലോറൈഡ് 1.5 ഗ്രാമും, ട്രൈ സോഡിയം സിട്രേറ്റ് 2.9 ഗ്രാമും, ഗ്ലൂക്കോസ് 13.5 ഗ്രാമും, വെള്ളം 1 ലിറ്റർ. ഇത്രയും കണ്ടന്റ് എന്ത് ചെയ്യുക? ഒരു പാക്കറ്റിനകത്തുണ്ടാകും. അത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുക. നമുക്കപ്പോൾ എത്ര ഓസ്മോളാലിറ്റിയിലുള്ള വെള്ളമാണ് മിക്സാണ് കിട്ടുന്നത്? 245 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ എന്നുള്ള കോൺസെൻട്രേഷനാണ് സൊല്യൂഷൻ അവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതും ഈ ഒരു വാല്യൂസ് ഉൾപ്പെടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ അക്യൂട്ട് ഇൻഫെക്ഷ്യസ് ഡിസീസ് കോസ്ഡ് ബൈ എൻട്രോവൈറസ്. അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, എൻട്രോ മീൻസ് ത്രൂ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെ എൻട്രി ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ഇതിൽ ഏതാണ്? പോളിയോമൈലൈറ്റിസ് ആണോ, ഡിഫ്തീരിയ ആണോ, ടൈഫോയിഡ് ആണോ, മംസ് ആണോ? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ, പോളിയോമൈലൈറ്റിസ് ആണ്. എന്താണ് പോളിയോമൈലൈറ്റിസ് എന്ന്? നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു ഡിസീസാണ്. പക്ഷേ ഇതിൽ ഈ വൈറസ്, പോളിയോമൈലൈറ്റിസ് ഉണ്ടാക്കുന്ന പോളിയോ വൈറസ് ഏത് വഴിയാണ് എൻ്റർ ചെയ്യുന്നത്? ത്രൂ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റം. ദാറ്റ്സ് വൈ ഇറ്റ്സ് നോൺ ആസ് എൻട്രോവൈറസ്. ഇറ്റ് കോസ് അക്യൂട്ട് ഇൻഫെക്ഷ്യസ് ഡിസീസ്, ദാറ്റ് ഈസ് പോളിയോമൈലൈറ്റിസ്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, വൈറസ് എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്, എവിടെയൊക്കെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു പിക്ചറിൽ കാണാൻ പറ്റുന്നത്. യൂഷ്വലി അത്
ഗട്ട് വഴി അല്ലെങ്കിൽ നമ്മുടെ എലിമെൻ്ററി കനാൽ വഴി അല്ലെങ്കിൽ GI ട്രാക്ട് വഴി എൻ്റർ ചെയ്യുന്നു പോളിയോ വൈറസ്. അത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നു. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്ത് ഇറിവേഴ്സിബിൾ ആയിട്ട് തിരിച്ചെടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത പാരാലിസിസിലും പിന്നെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസിലൊക്കെ കൊണ്ടെത്തിക്കുന്നു. ക്രോണിക് സ്റ്റേജിലാവുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് മരണ കാരണം വരെ ആകാം. ഹൈലി കണ്ടേജിയസ് ആയിട്ടുള്ളൊരു വൈറൽ ഇൻഫെക്ഷനാണ് പോളിയോ മൈലൈറ്റിസ്. ആക്ച്വലി നമ്മുടെ നാട്ടിൽ അത് ഇറാഡിക്കേറ്റഡ് ആണ്. വളരെ കുറച്ച് ആൾക്കാരാണ് ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോളിയോ വാക്സിൻ എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നക്കൽ ട്രാൻസ്ലുസൻസി ഇൻ USG അൾട്രാസൗണ്ടിൽ നക്കൽ ട്രാൻസ്ലുസൻസി കാണുന്നു. ഇറ്റ് ഈസ് എ സ്ട്രോങ് മാർക്കർ ഓഫ്, അതായത് ഏത് സബ്ജക്റ്റിലുള്ളതാണ്, OBGയുടെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു അമ്മ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ പീരിയോഡിക് ആയിട്ട് നമ്മൾ USG ചെയ്യാറുണ്ട്, അൾട്രാസോണോഗ്രഫി ചെയ്യാറുണ്ട്. എന്തിനാണ് അൾട്രാസോണോഗ്രഫി ചെയ്യുന്നത്? അതായത് കുഞ്ഞിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ, സ്ട്രക്ചറൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടെങ്കിൽ അതിൽ നേരത്തെ കണ്ടുപിടിച്ച് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ടെർമിനേഷൻ ചെയ്യുക, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് USG നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ USG ചെയ്യുമ്പോൾ അതിൽ നക്കൽ ട്രാൻസ്ലുസൻസി കാണുന്നുണ്ടെങ്കിൽ അത് ഏത് ഡിസീസ്, കമ്പൽസറിലി ആകണമെന്നില്ല, അത് ഏത് ഡിസീസ് ആകാം, ചാൻസ് ഏത് ഡിസീസിനാണ്? ഓപ്ഷൻ A ഡൗൺ സിൻഡ്രോം ആണോ, ഓപ്ഷൻ B ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ ആണോ, ഓപ്ഷൻ C IUD ആണോ, ഇൻട്രാ യൂട്രൈൻ ഡെത്ത് ആണോ, ഓപ്ഷൻ D ഫീറ്റൽ മാക്രോസോമിയ ആണോ? സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഡൗൺ സിൻഡ്രോം. അതായത് നമ്മുടെ ജനറ്റിക് ഡിസോർഡറിൽ പഠിക്കുന്ന ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞുങ്ങളാണ് ജനിക്കുന്നതെങ്കിൽ അവർക്ക് ഈ ഒരു നക്കൽ ട്രാൻസ്ലുസൻസി USGയിൽ കാണാറുണ്ട്. അതിൻ്റെ അർത്ഥം USGയിൽ നക്കൽ ട്രാൻസ്ലുസൻസി കാണുന്ന എല്ലാവരും ഡൗൺ സിൻഡ്രോം ഉള്ളവരെന്നല്ല. ഡൗൺ സിൻഡ്രോം ഉള്ളവർക്ക് ഇങ്ങനെ നക്കൽ ട്രാൻസ്ലുസൻസി കാണാറുണ്ട്. പക്ഷേ എല്ലാ കുട്ടികളും ഇതുപോലെ നക്കൽ ട്രാൻസ്ലുസൻസി കണ്ടാൽ ഡൗൺ സിൻഡ്രോം ബേബീസ് ആകാറില്ല. ചിലർക്ക്, മോസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ അവിടെ ഈ ഒരു പ്രോബ്ലം ഉണ്ടാകാറില്ല. ഇനി ഇവിടെ നോക്കാം, ഈ ഒരു USG ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അവിടെ പ്രധാനമായിട്ട് അബ്നോർമാലിറ്റീസ് കണ്ടെത്താൻ പറ്റുന്നത്. ഒന്ന്, നക്കൽ ട്രാൻസ്ലുസൻസി, അതായത് നമ്മുടെ ഈ ഒരു കുഞ്ഞിൻ്റെ കഴുത്തിൻ്റെ പിൻഭാഗത്ത് അവിടെ എന്ത് ചെയ്യുന്നു, എക്സസ് ആയിട്ടുള്ള ഇൻക്രീസ്ഡ് തിക്നെസ് ഇൻ ദ ഫ്ലൂയിഡിൻ്റെ തിക്നെസ് അവിടെ കൂടുന്നു. ഏകദേശം ഒരു 11-14 ആഴ്ച ആ ഒരു സമയത്തിന് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കാണുമ്പോൾ അവിടെ എന്ത് ചെയ്യാം, നമുക്ക് അബോർഷൻ ചെയ്യണമെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു ഫസ്റ്റ് 2 മാസം എന്ന് 2-3 മാസം എന്ന് പറയുന്നത്. ഇതൊരു ക്രോമസോമൽ അബ്നോർമാലിറ്റിയാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ നാസൽ ബോൺ, ചില കുട്ടികൾക്ക് നാസൽ ബോൺ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. ഡൗൺ സിൻഡ്രോം ഉള്ള ബേബി ആണെങ്കിൽ നാസൽ ബോൺ കാണത്തില്ല, ഉണ്ടെങ്കിൽ അവിടെ വളരെ ചെറിയ നാസൽ ബോൺ ആയിരിക്കും കാണുന്നത്. അതുപോലെ ചില ആൾക്കാർക്ക് ഡൗൺ സിൻഡ്രോം ആണെങ്കിൽ ഈ ഒരു തൈ ബോൺ എന്ന് പറയുന്നത് വളരെ ഷോർട്ടൻഡ് ആയി കാണാറുണ്ട്. ഷോർട്ടൻഡ് തൈ ബോൺ, ബേബീസ് തൈ ബോൺ ഓൾസോ നോൺ ആസ് ദ ഫീമർ, അതും എന്ത് ചെയ്യുന്നു, ഇത് ഷോർട്ടൻഡ് ആയാൽ ചില ആൾക്കാർക്ക് അത് ഡൗൺ സിൻഡ്രോം ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ കിഡ്നി ഡയലേഷൻ, എ റീനൽ പെൽവിസ് വൈഡർ ദാൻ നോർമൽ ഓവർ 4 മില്ലിമീറ്റർ, 4 മില്ലിമീറ്ററിനേക്കാൾ കൂടുതൽ വൈഡറായിട്ട് കിഡ്നി പെൽവിസ് ഡയലേറ്റ് ചെയ്ത്, ഇതും ചില ആൾക്കാർക്ക് എന്താണ്, പൈലക്ടാസിസ് എന്നുള്ള കണ്ടീഷനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട്. അവിടെ അതും മറ്റൊരു സൈനായിട്ട് കണക്കാക്കുന്നുണ്ട്. അതുപോലെ എക്കോജനിക് ഇൻട്രാ കാർഡിയാക് ഫോക്കസ്, ബേബീസ് പോസിറ്റീവ് ഫോർ ഡൗൺ സിൻഡ്രോം ആണെങ്കിൽ കൂടുതലും കുട്ടികളുടെ ഹാർട്ട് ഏരിയയിൽ ഒരു ബ്രൈറ്റ് സ്പോട്ട് 20 ആഴ്ചയുടെ സ്കാനിൽ കാണാൻ പറ്റുന്നു. അതുപോലെ എക്കോജനിക് ഫീറ്റൽ ബവൽ ആണെങ്കിൽ ദ ബവൽ ഓഫ് യുവർ ബേബി അപ്പിയേഴ്സ് വെരി ബ്രൈറ്റ്, കുഞ്ഞുങ്ങളുടെ ബവലും ബ്രൈറ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ, സ്ക്രീനിൽ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെയും എന്ത് ചെയ്യുന്നു, ദിസ് ഇസ് ഓൾസോ ഇൻഡിക്കേറ്റിംഗ് റിസ്ക് ഫോർ ഡൗൺ സിൻഡ്രോം. എന്തൊക്കെയാണ് നമ്മൾ ഡൗൺ സിൻഡ്രോത്തിൻ്റെ ഇൻഡിക്കേഷൻസ് പറഞ്ഞത്? USGയിലുള്ള ഇൻഡിക്കേഷൻസ് പറഞ്ഞത് നക്കൽ ട്രാൻസ്ലുസൻസി, നാസൽ ബോൺ അല്ലെങ്കിൽ അവിടെ നാസൽ ബോൺ ആബ്സെൻ്റ് എന്നോ അല്ലെങ്കിൽ സ്മോൾ ബോൺ എന്ന് പറയാം, ഷോർട്ടൻഡ് തൈ ബോൺ, കിഡ്നി റീനൽ പെൽവിസ് ഡയലേഷൻ, എക്കോജനിക് ഇൻട്രാകാർഡിയാക് ഫോക്കസ്, എക്കോജനിക് ഫീറ്റൽ ബവൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സീറം HCG, അതായത് നമ്മുടെ HCG ഹോർമോൺ എന്ന് പറഞ്ഞാൽ ആർക്കുണ്ടാകുന്നുണ്ട്? പ്രഗ്നന്റ് വുമൺ ഉണ്ടാകുന്നതാണ് അല്ലേ. വിൽ നോട്ട് ഷോ കാരക്ടറിസ്റ്റിക്സ് റൈസ് ഇൻ, ഏത് തരം പ്രഗ്നൻസിയിലാണ് സാധാരണ ഒരു അമ്മ പ്രഗ്നൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബ്ലഡിൽ HCG, ഹ്യൂമൻ ഗോണാഡോട്രോപ്പിൻ എന്നുള്ള ഈ ഹോർമോൺ അവിടെ ഉണ്ടായിരിക്കും, പ്രസൻസ് ഉണ്ടായിരിക്കും. അത് എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്ലാസൻ്റയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ ഈ താഴെ പറയുന്ന പ്രഗ്നൻസി പലതരം ടൈപ്പ് ഉണ്ട്. ഇതിൽ ഒരു ടൈപ്പിൽ ഈ ഒരു HCGയുടെ ലെവൽ അവിടെ കൂടണമെന്ന് നിർബന്ധം ഇല്ല. അത് ഏതാണ്? മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആണോ,
മോളാർ പ്രഗ്നൻസി ആണോ, എക്ടോപിക് പ്രഗ്നൻസി ആണോ, നോർമൽ പ്രഗ്നൻസി ആണോ? സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി, എക്ടോപിക് പ്രഗ്നൻസി. എന്താണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ? യൂഷ്വലി നോർമൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പേം സെർവിക്സിലൂടെ യൂട്രസിലൂടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിൽ ഈ ഒരു എൻഡിൽ നമ്മുടെ ഓവൻ ഇവിടെ നിന്ന് നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിലോട്ട് എത്തുന്നു. ഈ ഒരു ഭാഗത്ത് വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അവിടെ നിന്ന് 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, തിരിച്ച് യൂട്രസിൽ വന്നാണ് അത് എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത്. ഈ ഒരു സൈഗോട്ട് ഫിക്സ് ചെയ്യുന്നത് യൂട്രസിനുള്ളിലാണ്, യൂട്രൈൻ ക്യാവിറ്റിക്കുള്ളിലാണ് നോർമലി ഫിക്സ് ചെയ്യേണ്ടത്. ഇനി സപ്പോസ് ഏതെങ്കിലും ഒരു അമ്മയിൽ യൂട്രസിൻ്റെ ക്യാവിറ്റിക്കുള്ളിൽ അല്ലാതെ മറ്റു ഭാഗങ്ങൾ, അത് എക്ടോപിക് മീൻസ് നമ്മുടെ എന്ത് ചെയ്യുന്നു, യൂട്രസിൻ്റെ അകത്തല്ലാതെ മറ്റു ഭാഗങ്ങൾ, യൂട്രസിൻ്റെ അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഈ ഒരു സൈഗോട്ട് അറ്റാച്ച് ചെയ്ത് അവിടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്ടോപിക് പ്രഗ്നൻസി ഉള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവരുടെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ബ്ലഡ് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിട്ട് കാണിക്കത്തില്ല. കാരണം ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്നുള്ള ഈ ഹോർമോണിൻ്റെ ലെവൽ ഒന്നുകിൽ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ അതവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലായിരിക്കും. നോർമലി ഇൻട്രായൂട്രൈൻ പ്രഗ്നൻസി ആണെങ്കിൽ മാത്രമാണ് HCG അവിടെ നോർമൽ ലെവല് കാണിക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു HCG കാണിച്ചില്ല എന്ന് പറഞ്ഞ് ഉടനെ തന്നെ അതിൻ്റെ അർത്ഥം എക്ടോപിക് ആണ് എന്നല്ല. എക്ടോപിക് ആയിട്ടുള്ളവരിൽ HCGയുടെ ലെവൽ കുറവായിരിക്കും, അല്ലെങ്കിൽ ആബ്സെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ലീഡിംഗ് കോസ് ഓഫ് MMR ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ MMRൻ്റെ പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ റീസൺ എന്താണ് MMR? മംസ്, മീസൽസ്, റുബല്ലയാണോ? അല്ല, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, അമ്മമാരുടെ മരണനിരക്ക്. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, പ്രഗ്നൻറ്റ് വുമണിൻ്റെയും അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളുടെയും മരണനിരക്ക്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ലീഡിംഗ് കോസ് എന്താണ്? ഓപ്ഷൻ എ ഹെമറേജ് ആണോ, ഓപ്ഷൻ ബി സെപ്സിസ് ആണോ, ഓപ്ഷൻ സി അൺസേഫ് അബോർഷൻ ആണോ, ഓപ്ഷൻ ഡി എക്ലാംഷ്യ ആണോ? സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ബ്ലീഡിങ് അല്ലെങ്കിൽ ഹെമറേജ് ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് കുറവാണ് ഇപ്പോൾ, പക്ഷെ ഉള്ളതിൽ കൂടുതൽ കാരണം വരുന്നത് ബ്ലീഡിങ് കാരണമാണ്. ബിക്കോസ് ഓഫ് അവർ നെഗ്ലിജൻസ്, നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ടുണ്ടാകുന്ന നെഗ്ലിജൻസ് കാരണം ഉണ്ടാകുന്ന ബ്ലീഡിങ് ആണ് ഈ ഒരു MMR റേറ്റ് കൂട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പോസിറ്റീവ് സൈൻ ഓഫ് പ്രഗ്നൻസി ഡ്യൂറിങ് ഫസ്റ്റ് ട്രൈമസ്റ്റർ? ആദ്യത്തെ 3 മാസം ഡെലിവറി അല്ലെങ്കിൽ ആ ഒരു ആന്റിനേറ്റൽ പീരീഡിനെ നമ്മൾ 3 ട്രൈമസ്റ്റർ ആയിട്ട് തിരിക്കുന്നു. ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ. അതിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ പ്രഗ്നൻ്റ് ആണ് എന്ന് കൺഫേം ചെയ്യുന്നത് ഇതിൽ ഏത് ഇൻഡിക്കേഷനാണ്, ഏത് പോസിറ്റീവ് സൈനാണ്? ഹേഗാർ സൈൻ ആണോ, USG എവിഡൻസ് ഓഫ് എംബ്രിയോ ആണോ, ഒസിയാൻഡേഴ്സ് സൈൻ ആണോ, ചാഡ്വിക് സൈൻ ആണോ? OBG സംബന്ധിച്ചിടത്തോളം ഒരുപാട് സൈനുകൾ, ഹേഗാർ സൈൻ, ഒസിയാൻഡർ സൈൻ, ചാഡ്വിക് സൈൻ എന്ന് പറഞ്ഞ ഇതുപോലെയുള്ള ഇനിയും ഒരുപാട് സൈനുകളുണ്ട്. ഇതെല്ലാം ഓരോന്നിൻ്റെ മീനിങ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് പഠിക്കുമ്പോൾ അവിടെ കുറേ ടെർമിനോളജീസ് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു OBGയിൽ ഒരുപാട് സൈനുകൾ പഠിക്കുന്നത്. ഓരോന്നിൻ്റെയും മീനിങ് എന്താണ്, എവിടെയാണ്, എപ്പോഴാണ് ഇത് നടക്കുന്നത്, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ആദ്യത്തെ 3 മാസത്തിൽ പ്രഗ്നൻസി കൺഫേം ചെയ്യുക, പോസിറ്റീവ് പ്രഗ്നൻസി ആണ് എന്ന് കൺഫേം ചെയ്യണമെങ്കിൽ ഏത് എവിഡൻസ് ആണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, USG എവിഡൻസ് ഓഫ് എംബ്രിയോ. USGയിൽ എന്തൊക്കെ സൈന് കണ്ടു കഴിഞ്ഞാലും, ഈവൻ നമ്മുടെ UPT യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് അത് ചെയ്താൽ പോലും, അതിൽ പോസിറ്റീവ് ആണെങ്കിൽ പോലും അവിടെ 100% ഉറപ്പിക്കണമെങ്കിൽ അൾട്രാസോണോഗ്രഫിയിൽ USG ചെയ്തിട്ട് അതിൽ എംബ്രിയോ യൂട്രസിൽ കാണണം. എന്നാൽ മാത്രമേ അതൊരു പോസിറ്റീവ് സൈൻ ഓഫ് പ്രഗ്നൻസി ആയിട്ട് കണക്കാക്കത്തുള്ളൂ. അപ്പം ബാക്കിയുള്ള ഈ സൈനുകളെല്ലാം നിങ്ങൾ പഠിക്കണം. അപ്പോൾ എല്ലാ സൈനും ഇവിടെ എനിക്ക് പറഞ്ഞു തരാനുള്ള സമയമില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ അത്യാവശ്യം വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സൈനുകൾ ഞാനിവിടെ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാൾമാർ സൈൻ എന്താണ്, വെജൈനൽ സൈൻ എന്താണ്, ഗുഡൽ സൈൻ എന്താണ്, ഹേഗാർ സൈന്, ഒസിയാൻഡർ സൈന്, ചാഡ്വിക് സൈൻ അല്ലെങ്കിൽ ജാക്കോമേസ് സൈന്, പിസ്കാസെക് സൈന്, സ്പ്ലാഡിംഗ് സൈന്, സ്റ്റാൽവർത്തി സൈന്, T സൈന്, ഇതെല്ലാം നിങ്ങൾ നോക്കണം കേട്ടോ. ഇത് ഓരോന്നിൻ്റെ മീനിങ് നോക്കിയാൽ ഒന്ന് കൂടുതലും അൺഫെമിലിയർ ആയിട്ടുള്ള, എപ്പോഴും ചോദിക്കാത്തത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് നോക്കുക. കാരണം പുതിയ ടെർമിനോളജീസ് ഇപ്പോൾ എക്സാമിന് ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റക്ഷൻ ഓഫ് വിച്ച് ഇമ്മ്യൂണോഗ്ലോബുലിൻ ബൈ കോഡോസിന്തസിസ്
ഇൻഡിക്കേറ്റ്സ് ഇൻട്രാ യൂട്രൈൻ ഇൻഫെക്ഷൻ. എപ്പോഴാണ് കോഡോസിന്തസിസ് ചെയ്യുന്നത്? എന്താണ് കോഡോസിന്തസിസ് എന്ന് പറയുന്നത്? അതായത് അമ്നിയോസിന്തസിസ് പോലെ തന്നെ കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗ് പോലെ തന്നെയുള്ള ആൻറ്റിനേറ്റൽ പീരീഡിൽ ചെയ്യുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ് കോഡോസിന്തസിസ് എന്ന് പറയുന്നത്. അതായത് എവിടെ നിന്നാണ് സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് ഓരോ പേരുകളും വരുന്നത്. അമ്നിയോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് സാമ്പിൾ കളക്ട് ചെയ്യുന്നത്? അമ്നിയോട്ടിക് ഫ്ലൂയിഡ് യൂട്രസിനകത്ത് അമ്നിയോട്ടിക് ക്യാവിറ്റിക്കകത്ത് നിറഞ്ഞു നിൽക്കുന്ന കുഞ്ഞു മുങ്ങിക്കിടക്കുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ സാമ്പിൾ നമ്മൾ ജസ്റ്റ് ആസ്പിറേറ്റ് ചെയ്തെടുക്കുന്നു. അതിനെ പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അമ്നിയോസിന്തസിസ് എന്ന് പറയുന്നത്. എന്നാൽ കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ കോറിയോൺ ലെയറിൽ വില്ലകളിൽ നിന്ന് സാമ്പിൾ ടിഷ്യൂസ് കളക്ട് ചെയ്യുന്നു, അതിനെ ടെസ്റ്റ് ചെയ്യുന്നു. കോഡോസിന്തസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അംബ്ലിക്കൽ കോഡിനകത്തുള്ള ബ്ലഡ് അവിടെ ആസ്പിറേറ്റ് ചെയ്തു. ഇത് സെയിം ലൈക്ക് അമ്നിയോട്ടിക് സിന്തസിസ് പോലെ തന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്നത് പോലെ അംബ്ലിക്കൽ കോഡിനകത്ത് കൂടെ എന്ത് ചെയ്യുന്നു, ഇവിടെ നീഡിൽ ഇൻസേർട്ട് ചെയ്ത് അവിടെ നിന്ന് ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്ത് അത് ടെസ്റ്റ് ചെയ്യുന്നു. അതിൽ ഏതോ ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻട്രാ യൂട്രൈൻ ഇൻഫെക്ഷനാണ്. അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അമ്മയുടെ യൂട്രസിനുള്ളിലുള്ള ഇൻഫെക്ഷൻ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏത് ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ പ്രസൻസ് ആണ്. കോഡോസിന്തസിസ് ഏത് ഇമ്മ്യൂണോഗ്ലോബുലാണ്? IgA ആണോ, IgG ആണോ, IgM ആണോ, IgE ആണോ? കറക്റ്റ് ഓപ്ഷൻ സി IgM. കോഡോസിന്തസിസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് ഓപ്പറേറ്റർ ആ ഒരു ചെറിയ അംബ്ലിക്കൽ വെയിൻ പഞ്ചർ ചെയ്ത് അതിൽ നിന്ന് ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നു. ഇതിൽ നോർമലി കോഡോസിന്തസിസ് ചെയ്യുമ്പോൾ അവിടെ IgM കണ്ടു കഴിഞ്ഞാൽ അത് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? അവിടെ യൂട്രസിനുള്ളിൽ ഇൻട്രാ യൂട്രൈൻ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ IgA എന്ന് പറയുന്നത് എപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ആഫ്റ്റർ ബർത്ത് മാത്രമാണ്. ആഫ്റ്റർ ബർത്ത് കുഞ്ഞിന് എന്തെങ്കിലും എൻട്രിക് ഇൻഫെക്ഷൻസ് ഉണ്ടാകുമ്പോഴാണ് IgAയുടെ പ്രസൻസ് ഉണ്ടാകാൻ അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡയമീറ്റർ ഓഫ് pelvic inlet? Very very important topic. You have to by heart all diameter. ആൻഡ്രോ പോസ്റ്റീരിയർ ഡയമീറ്റർ ആണോ ഏറ്റവും ചെറുത്, ഷോർട്ടസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്? അതോ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ആണോ? ഓപ്ഷൻ സി ഒബ്ലിക് ഡയമീറ്റർ ആണോ? അതോ ഓപ്ഷൻ ഡി സാക്രോ കോട്ടിലോയിഡ് ഡയമീറ്റർ ആണോ? നിങ്ങൾ ഫീമെയിൽ പെൽവിസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഓപ്ഷൻ ഡി സാക്രോ കോട്ടിലോയിഡ് ഡയമീറ്റർ ആണ് ഏറ്റവും ചെറുത്. എന്നാൽ അപ്പോൾ ഏറ്റവും നീളം കൂടിയത് ഏതാണ്? അതറിയണമെങ്കിൽ ഈ ഒരു പിക്ചർ നിങ്ങൾ പഠിച്ചാൽ മതി. അതായത് ഇവിടെ നമുക്ക് സെൻട്രൽ ആൻറ്റീരിയർ ടു പോസ്റ്റീരിയർ, നമ്മുടെ സെൻട്രൽ ഫ്രണ്ട് മുതൽ ബാക്ക് വരെ വരുന്ന ഈ ഒരു ഡയമീറ്ററാണ് ആൻറ്റീരിയർ പോസ്റ്റീരിയർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ആൻറ്റീരിയർ പോസ്റ്റീരിയർ എത്രയാണ്? 11 സെൻറ്റിമീറ്റർ ആണ്. നെക്സ്റ്റ് ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ സൈഡ് വേസ് മിഡായിട്ട് വരുന്നതാണ് ട്രാൻസ്വേഴ്സ് എത്രയാണ് വരുന്നത്? 13 ആണ്. ഇനി ഒബ്ലിക്കായിട്ട് റൈറ്റ് ഒബ്ലിക്കും ഉണ്ട്, ലെഫ്റ്റ് ഒബ്ലിക്കും ഉണ്ട്. അത് എത്രയാണ് വരുന്നത്? ഒബ്ലിക്ക് 12 ആണ്. ഇവിടെ ഒബ്സ്ട്രിക് ട്രാൻസ്വേഴ്സ് അല്ലെങ്കിൽ സാക്രോ കോട്ടിലോയിഡ് എന്ന് പറയുന്ന ഈ ഒരു ഡയമീറ്റർ ആണ് ഏറ്റവും ചെറിയ ഡയമീറ്റർ. അത് എത്രയാണ്? സാക്രോ കോട്ടിലോയിഡ് എത്രയാണ്? 9.5 ആണ്. അപ്പോൾ നിങ്ങൾ ഇനി നോക്കൂ, ഇതിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ആണ്. സോ ലോങ്ങസ്റ്റ് ഡയമീറ്റർ ഇൻ പെൽവിസ് എന്ന് ചോദിച്ചാൽ ട്രാൻസ്വേഴ്സും ഷോർട്ടസ്റ്റ് സാക്രോ കോട്ടിലോയിഡ് അല്ലെങ്കിൽ ഒബ്സ്റ്റട്രിക് ട്രാൻസ്വേഴ്സുമാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് 9.5 സെൻറ്റിമീറ്റർ. ഇത്ര മാത്രമല്ല, ഔട്ട്ലെറ്റ്, ഇൻലെറ്റ്, മിഡ് റീജിയൻ, അങ്ങനെ പല ഡയമീറ്ററുകൾ അവിടെ വരുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണിത്. അപ്പം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. എല്ലാ ഡയമീറ്ററും എങ്കിലും എവിടെ നിന്ന് എവിടെ തുടങ്ങുന്നു, എന്താണ് പേര് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് മെഷർമെൻറ്റ്, ഇത്രയുമെങ്കിലും ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, all of the following are hematological changes during pregnancy except hematological changes അല്ലെങ്കിൽ physiological changes during pregnancy. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം നമ്മുടെ സാധാരണയുള്ളവരെ സ്ത്രീ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ അവരുടെ യൂട്രസിനുള്ളിൽ മറ്റൊരു ഒരു മനുഷ്യൻ കൂടെ വളരുകയാണ്. സോ ഡെഫിനറ്റ്ലി there will be lot of changes in her ബോഡി. ഹെമറ്റോളജിക്കലി മാത്രമല്ല ഫിസിയോളജിക്കലിയും ഫിസിക്കലിയും അവിടെ ഒരുപാട് ചേഞ്ചസ് അവിടെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ ചോദിച്ചത് ഹെമറ്റോളജിക്കൽ ചേഞ്ചസ്, പ്രഗ്നൻസിയിലുള്ള ഹെമറ്റോളജിക്കൽ ചേഞ്ചസ് അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ബ്ലഡ് വോളിയം ഇൻക്രീസ് ചെയ്യും, ഓപ്ഷൻ ബി ടോട്ടൽ HB ഇൻക്രീസ് ചെയ്യും, ഓപ്ഷൻ സി ഹെമറ്റോക്രിറ്റ് ഇൻക്രീസ് ചെയ്യും, ഓപ്ഷൻ ഡി പ്ലാസ്മ വോളിയം ഇൻക്രീസ് ചെയ്യും. കറക്റ്റ് ഓപ്ഷൻ എന്താണ്? കറക്റ്റ് ഓപ്ഷൻ സി ഹെമറ്റോക്രിറ്റ് ഇൻക്രീസ് ചെയ്യുക. അതായത് ഹെമറ്റോക്രിറ്റ് അവിടെ ഇൻക്രീസ് ചെയ്യത്തില്ല, ഡിക്രീസ് ആണ് ചെയ്യുന്നത്. കാരണം
അമ്മ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ ഹെമറ്റോളജിക്കൽ ചേഞ്ചസ് പ്രധാനമായിട്ടുള്ള പോയിന്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അമ്മ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ നോർമലി ഒരു സ്ത്രീക്ക് നോൺ പ്രഗ്നൻറ്റ് സ്റ്റേജിൽ 5.5 ലിറ്റർ ബ്ലഡ് മതിയാകും. എന്നാൽ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ കുഞ്ഞിനും കൂടെയുള്ള ബ്ലഡ് അമ്മയുടെ ശരീരത്തിൽ ഒഴുകുകയാണ്. അപ്പോൾ അവിടെ പ്ലാസ്മ വോളിയം, ബ്ലഡ് വോളിയം എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഫ്ലൂയിഡ് അവിടെ കൂടുന്നുണ്ടെങ്കിൽ, സാധാരണ അതിനകത്ത് ഉള്ള സാധനങ്ങൾ ബാക്കി ഘടകങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെ ഉള്ളൂ, ഫ്ലൂയിഡിൻ്റെ ലെവലാണ് അവിടെ കൂടുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുക? അവിടെ ഹീമോ ഡൈല്യൂഷനാണ് സംഭവിക്കുക. അതായത് ഹെമറ്റോക്രിറ്റ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഓപ്ഷനിൽ എന്താ കൊടുത്തത്? ഹെമറ്റോക്രിറ്റ് കൂടുകയാണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി, ഹെമറ്റോക്രിറ്റ് കൂടുന്നത് തെറ്റായ ഓപ്ഷനാണ്. ഹീമോ ഡൈല്യൂഷനാണ് ഉണ്ടാകുന്നത്. എന്നാൽ HB ലെവൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? കൂടും. RBC കൗണ്ട് ഡിക്രീസ് ചെയ്യും, സീറം അയോൺ ഡിക്രീസ് ചെയ്യും, അതുപോലെ എന്താണ്? ഫിബ്രിനോലൈറ്റിക് ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യും, കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് എല്ലാം ഇൻക്രീസ് ചെയ്യും, അയൺ അബ്സോർഷൻ ഇൻക്രീസ് ചെയ്യും, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഡിക്രീസ് ചെയ്യും. ഇതൊക്കെ മിനിമലായിട്ട് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെമറ്റോളജിക്കൽ ചേഞ്ചസ് ആണ് പ്രഗ്നൻസിയിൽ. അതും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള കണ്ടന്റ് അതും ഒന്ന് വായിച്ചു. ഏറ്റവും ബെസ്റ്റ് ബുക്ക് DC ഡത്തയാണ്. ആ ബുക്ക് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ വേറെ ഒരു റെഫറൻസും വേണ്ട. ഓരോ പോയിന്റ്സ് നന്നായിട്ട് വായിച്ച് പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് സമയം വേണം. ഈ ഒരു ലാസ്റ്റ് നിമിഷത്തിൽ നിങ്ങളോട് DC ഡത്തയെന്ന് വായിക്കാൻ ഞാൻ പറയുന്നില്ല. ഷോർട്ട് നോട്ട്സുകൾ ഉണ്ടെങ്കിൽ അത് തന്നെ നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഡെഫിനറ്റ്ലി ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സാമിന് ഉണ്ടാകും. അത്രയും മോസ്റ്റ് കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എഴുതാൻ മറക്കരുത്. എല്ലാത്തിനേക്കാളും കൂടുതൽ നിങ്ങൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഓൺലി 1 വീക്ക് ഈസ് ലെഫ്റ്റ്. ഒരാഴ്ച മാത്രം, അത്രയും സമയം നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.